ഹായ് ഡാ. അപ്പോൾ അമ്മൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും രാവിലെ മടി പിടിച്ചിരിക്കുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മിക്കവരും ഇന്നലെ രാത്രിയിൽ അരിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒന്നും രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ ഓടിപ്പോയി ഒരു പാക്കറ്റ് സേമിയ വാങ്ങിയിട്ട് ഓടി വായോ, നമുക്ക് വേഗം ഉപ്പുമാവ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഞാനവിടെ ഒരു പാക്കറ്റ് നമ്മുടെ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ നീളത്തിലുള്ള സേമിയയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതാക്കി, ഇതിൻ്റെ മറ്റേ പീസായിട്ടുള്ള സേമിയയും കിട്ടും, അത് വാങ്ങിയാലും എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒടിച്ച് റെഡിയാക്കി വെക്കാം. പിന്നെ നമ്മളിതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു സവാള, 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സേമിയ ഒന്ന് ഒടിച്ച് നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും ചെറിയ സവോളയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒരു അര സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഈ സേമിയ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാനിലേക്ക് നമ്മൾ അര സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ഞാനിത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും മതി, വെളിച്ചെണ്ണയിലാണെങ്കിലും ഉണ്ടാക്കാം, ഏത് ഓയിലാണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതാ അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സേമിയ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം ഇതിൻ്റെ ഈ ഒരു കളർ മാറി വേറൊരു കളറായി വരുവേ. വേറൊരു വൈറ്റ് കളറാവും, ചിലപ്പോൾ ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ ആയി വരും. അതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ചൂടാക്കിയിട്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കണം. അതിനുശേഷം നമ്മൾ അതേ പാനിലേക്ക് തന്നെ അത് മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആയാലും മറ്റേ സൺഫ്ലവർ ഓയിലോ എന്തായാലും നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും എടുക്കാം. ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യിലുണ്ടാക്കുമ്പോൾ. 1 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. അപ്പോൾ കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ക്യാരറ്റും ഇതെല്ലാം കൂടെ, നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾ ബീൻസോ നമ്മുടെ ഗ്രീൻ പീസോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. ആ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. 1 സ്പൂൺ ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്. ആ 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് റെഡിയായി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ 1 സ്പൂണാണ് ഇട്ടത്, കുറച്ചുകൂടി വേണ്ടി വരും. അപ്പം നമ്മളിത് അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഒന്ന് ഫ്രൈ അല്ല, ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിപ്പോൾ ഇന്ന് കണ്ടോ, രാവിലെ നല്ല വെയിലാണ്. രാവിലെ നമ്മുടെ അടുക്കള നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സൂര്യൻ ഉദിച്ച് വരുന്ന വെയിൽ കറക്റ്റ് നമ്മുടെ ഫേസിലേക്കായിരിക്കും അടിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രാവിലെ അടുക്കള നിൽക്കാൻ. ആ സമയത്ത് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഇത് കൂടുതലാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത്യാവശ്യം കുറച്ച് വെള്ളം നന്നായിട്ട് വേണം. 1 കപ്പും കുറച്ചും കൂടി ഒരു 1/4 കപ്പും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. അപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയേക്കണം. ഈ വെള്ളത്തിൻ്റെ ഉപ്പ് കുറവാണെങ്കിൽ ഒരിത്തിരിയും കൂടി ഉപ്പ് ഇട്ടേക്കണം. ഇട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ എന്നിട്ട് നമുക്കത് നന്നായിട്ട് തിളപ്പിക്കുക. അത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ അതിലേക്ക് ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും ഉപ്പുമാവ് കൊളായി എന്നല്ലേ? ഒന്നും കൊളായിട്ടില്ല. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ സേമിയ നന്നായിട്ട് വേകണം. അപ്പോൾ ഇത് വെന്ത് വന്നു കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ പാകത്തിന് കിട്ടും. കണ്ടോ, ഇപ്പോൾ തിളച്ച് വരുന്ന അനുസരിച്ച് സേമിയ വേകുന്ന അനുസരിച്ച് ആ വെള്ളം വറ്റുന്ന അനുസരിച്ച് സേമിയ വേകുകയും ചെയ്യും. വേകുന്ന അനുസരിച്ച് നല്ല ഡ്രൈ ആയിട്ട് വരികയും ചെയ്യും. കണ്ടോ, വെള്ളം വറ്റുന്ന അനുസരിച്ച് അതിൻ്റെ ഡിഫറൻസ് കണ്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വരും. ഇത്രേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഓടിപ്പോയി ഒരു പാക്കറ്റ് സേമിയ വാങ്ങിയിട്ട് വന്നിട്ട് വേഗം ഉണ്ടാക്കിക്കോ. ഇതിൻ്റെ കൂടെ പഴമാണെങ്കിലും വേറെ എന്തെങ്കിലും കറി കൂട്ടിയിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം. മുട്ടക്കറിയോ കടലക്കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. പിന്നെ ഒന്നുമില്ലെങ്കിൽ പഴമാണെങ്കിലും മതി. അപ്പോൾ ഓടിപ്പോയി ഒരു പാക്കറ്റ് സേമിയയും 1/2 കിലോ പഴവും മേടിച്ചുകൊണ്ട് വായോ, നമുക്ക് വേഗം ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
കൂടെ ഒരു കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതിൻ്റെ കൂടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.